സർ, പ്രണയപ്പക. ഇന്ന് പ്രണയപ്പകയിലെ ഏറ്റവും ക്രൂരതയ്ക്ക് ശിക്ഷാവിധി വന്നിരിക്കുകയാണ്. തലശ്ശേരി കോടതി ശ്യാംജിത്ത് എന്ന മനുഷ്യൻ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു. സാറ് ശ്രദ്ധിച്ചു കാണും, വിഷ്ണുപ്രിയ എന്ന പെൺകുട്ടിയെ കൊലപ്പെടുത്തിയ ആളാണ് ഈ ശ്യാംജിത്ത്. ശ്യാംജിത്തിനെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് അയാളുടെ ഒരു പ്രതികരണത്തിലാണ്. ഈ വിഷ്ണുപ്രിയയെ കൊലപ്പെടുത്തിയ ശേഷം പോലീസ് പിടികൂടി കൊണ്ടുപോകാൻ നേരത്ത് മാധ്യമങ്ങളെ നോക്കി ഈ ശ്യാംജിത്ത് വിളിച്ചു പറഞ്ഞൊരു ഡയലോഗുണ്ട്. ഗൂഗിളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. 14 വർഷമല്ലേ ശിക്ഷ, 39 വയസ്സാകുമ്പോൾ ഞാനിഞ്ഞ് പുറത്തിറങ്ങാം. ഭയങ്കരം. സാർ ഒരു അധ്യാപകനാണല്ലോ. സാറിന്റെ കാലഘട്ടത്തിലുള്ള പ്രണയത്തിന്റെ രീതിയും ഇന്നത്തെ ഈ പ്രണയത്തിൽ വന്നിരിക്കുന്ന പകയും എന്ത് മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത്? കാലഘട്ടത്തിൻ്റെ മാറ്റം ഭയങ്കരമാണ്. ശ്യാമ പുറത്ത് പറയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്ന്, എനിക്കും ഒരു പ്രണയം ഉണ്ടായിരുന്നു. ആ പ്രണയം സ്കൂളിൽ വെച്ചായിരുന്നു. ആ സ്കൂളിൽ വെച്ച് പ്രണയം ഉണ്ടായി. അപ്പോൾ വീട്ടിലെ ചില സാങ്കേതിക പ്രശ്നങ്ങളുമായി മുന്നോട്ട് പോയപ്പോൾ പെണ്ണ് എന്നെ തേച്ചിട്ട് പോയി. അന്ന് ഈ തേപ്പെന്നുള്ള ഡയലോഗ് ഉണ്ടോ? വാക്കുണ്ടോ? അല്ല, അന്ന് ഈ ഡയലോഗില്ല. അപ്പോൾ ഒരു കൗമാര പ്രണയം ഇങ്ങനെ കലാശിച്ചു. അപ്പോൾ എനിക്കൊരു ഇതുണ്ടായില്ല. അപ്പോൾ ഞാൻ കുറച്ചുകൂടി ശക്തനായി, മാനസികമായി ശക്തനായി, ഒരു പവർ കിട്ടി. പിന്നെ ആ അടുത്തെങ്ങും പ്രണയിക്കാൻ പോയില്ല. പക്ഷേ യൂണിവേഴ്സിറ്റി കോളേജിൽ വന്നപ്പോൾ ഒരു പ്രണയമുണ്ടായി. വീണ്ടും ആ പ്രണയത്തിൻ്റെ സമ്മാനമാണ് എൻ്റെ ഇപ്പോഴത്തെ ഭാര്യ ഇന്ദിര. അപ്പോൾ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരുപാട് പ്രണയ കഥകളുണ്ട്. അത് പലരും എന്നെ വന്ന് സമീപിക്കുകയും ചെയ്യും. കാരണം ഞാനൊരു പ്രണയ കല്യാണം കഴിച്ചത് കൊണ്ട് പലരും സഹായത്തിന് വേണ്ടി വരും. അതിലൊരു ആൾ നല്ലൊരു കവിയാണ്, നന്നായിട്ട് കവിത എഴുതും. അപ്പോൾ അവനൊരു പെണ്ണിനെ സ്നേഹിച്ചു. ആ പെണ്ണ് എന്നെ ഇവനിൽ നിന്ന് അകറ്റാൻ വേണ്ടി മാതാപിതാക്കൾ അവളെ മാറ്റി. ഒരു ദിവസം ഇവൻ്റെ കൂടെ വന്ന് താമസിച്ചു ഈ പെണ്ണ്. അത് കഴിഞ്ഞിട്ട് ഈ പെണ്ണിനെ പലരെ കൊണ്ടും നിർബന്ധിപ്പിച്ച് കല്യാണം കഴിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് പെണ്ണിനെ വീണ്ടും എടുത്തുകൊണ്ട് പോയി. അത് കഴിഞ്ഞിട്ട് പെണ്ണിനെ മാറ്റി. അത് കഴിഞ്ഞിട്ട് ഇവൻ്റെ ഒരു മാറ്റം ഉണ്ടല്ലോ, സഹിക്കാൻ വയ്യാതെ നിസ്സഹായനായി കള്ളിൻ്റെ പുറകെയായി. കള്ളു കുടിച്ച് എഴുതുന്ന കവിതകളൊക്കെ പ്രണയ കവിതകളാണെങ്കിലും ഒരുതരം പ്രതികാരം ജ്വലിക്കുന്ന കവിതകളായിരുന്നു. അപ്പോൾ ഇടയ്ക്കൊക്കെ എന്നെ വിളിക്കും, ഈ വേദനകൾ അകറ്റാൻ വേണ്ടി ഇപ്പോഴും വിളിക്കും. ഇതുവരെ മറന്നിട്ടില്ല. അല്ല, അത് മറന്നു, എന്നെ മറന്നിട്ടില്ല. അപ്പോൾ അവളെ വേറെ അവിടെ അമ്മാവൻ്റെ മകൻ കെട്ടി കൊണ്ടുപോയി. അപ്പോൾ അത് ഒരു പ്രണയകഥ. വേറൊരു പ്രണയകഥ, ഒരു സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു പെണ്ണ് എൻ്റെ കൂട്ടുകാരൻ്റെ പെങ്ങളാണ്. വേറൊരു കല്യാണത്തിന് വേണ്ടി കല്യാണ പന്തലിലേക്ക് വന്നു. മാല എടുക്കാൻ കണവൻ ശ്രമിച്ചപ്പോൾ ഇവളെ മാല തട്ടിയിട്ട് ഒരൊറ്റ ഓട്ടമാണ്, ഇറങ്ങി ഓടി. ഒറ്റ ഓട്ടം. അങ്ങനെ ഓടി അവളെ കാണാൻ പറയത്തായി. പിന്നെ വീട്ടുകാർ തടങ്കലിലാക്കി. അങ്ങനെ ഒരുപാട് ഈ പ്രണയ കഥകൾ പഠിപ്പിക്കുന്ന കാലത്ത് കുട്ടികൾക്കുണ്ടായിട്ടുണ്ട്. ആ കുട്ടികൾക്കുണ്ടായ അനുഭവങ്ങളും അവരുടെ വേദനകളും പലപ്പോഴും എന്നോട് പറയാറുണ്ട്. ചിലപ്പോൾ വീട്ടിൽ വന്നിട്ട് ഭാര്യയോട് പോലും പറയും. അപ്പോൾ ഒന്നും ചെയ്യാൻ വയ്യാത്ത ഒരു നിസ്സഹായതയിലാണ്. എന്നാലും ഇതുപോലെ ഇന്നുപോലെ ആരും പ്രതികരിച്ചിട്ടില്ല. ആ കാലഘട്ടത്തിൽ ആരും പ്രതികരിച്ചിട്ടില്ല. ഒരു മധുര പ്രണയം പോലെ, അല്ലെങ്കിൽ ഒരു മധുര ഓർമ്മ പോലെ, അല്ലെങ്കിൽ ഒരു വിരഹവേദന പോലെ അത് മനസ്സിൽ കൊണ്ടു നടക്കുകയോ മറക്കുകയോ ചെയ്യുകയാണ് പതിവ്. സ്വയം നശിക്കുക, അല്ലെങ്കിൽ ഒരു വിരഹ ദുഃഖം അനുഭവിക്കുക. ചിലർ ആവേശപൂർവ്വം അടുത്ത പ്രണയത്തിലേക്ക് പോയിട്ടുള്ളവരുണ്ട്. ആ പ്രണയം കളഞ്ഞിട്ട് പിന്നീട് സ്വന്തമായി ഒരു വേദി കണ്ടുപിടിച്ച് അവിടെ ജീവിതം പടുത്തുയർത്തി പൂത്തുലഞ്ഞു പോയ കഥകളുമുണ്ട്. അപ്പോൾ അന്ന് ആ കാലഘട്ടത്തിൽ 10-32 കൊല്ലക്കാലം കോളേജിൽ പഠിപ്പിച്ചുവെങ്കിലും ഒരുപാട് പ്രണയങ്ങൾ നമ്മുടെ കണ്ണിലൂടെ കടന്നുപോയിട്ടുണ്ട്. അതിൽ ചിലർ വേദന കൊണ്ട് പൊളയുന്നവരെ കണ്ടിട്ടുണ്ട്. വേറെ ചിലർ മധുര പ്രതികാരം ചെയ്യാൻ കവിത എഴുതി ശ്രമിച്ചവരുണ്ട്, വരികളിലൂടെ ശ്രമിച്ചവരുണ്ട്. ഒന്നാം തരം കവിയാണ് അവൻ.
ഇപ്പം നോവലൊക്കെ എഴുതിയിട്ടുണ്ട്. അയ്യപ്പൻ നമുക്കറിയില്ലേ? അയ്യപ്പനല്ല, അല്ല അയ്യപ്പൻ നമുക്കറിയാവുന്ന കഥയല്ലേ? അയ്യപ്പന്റെ കഥയല്ലേ? അയ്യപ്പനാണെങ്കിൽ മധുര സ്മരണകളുമായിട്ട് ഇങ്ങനെ നടക്കുന്നു. അയാൾ എഴുതിയ കവിതകളിലൊക്കെ താൻ കണ്ടെത്തിയ 2-3 പെൺകുട്ടികളുടെ കാര്യങ്ങൾ പറയുന്നു. അയ്യപ്പൻ തന്നെ ഈ ഇവിടെ പോയി സൂരൻ സാറിൻ്റെ കൂടെ കൂടി സൂരൻ സാറിൻ്റെ ചില കവിതകൾ പകർത്തി എഴുതി ഒക്കെ പോയിട്ടുണ്ട്. അയ്യപ്പൻ മരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ജുബയുടെ പോക്കറ്റിൽ ഒരു കവിതയുണ്ടായിരുന്നു. അമ്പ് അത് ഏത് സമയവും മുതുകിൽ തറയ്ക്കും, പ്രാണനും കൊണ്ട് ഓടുകയാണ്, വേടന്റെ ക്രൂരത കഴിഞ്ഞു, റാന്തൽ വിളക്കിന് ചുറ്റും എന്റെ രുചിയോർത്ത് 5-8 പേർ എന്നായിരുന്നു ഈ വരി. അതെ അതെ, അവൻ്റെ ഒരു ജ്വലിക്കുന്ന കാവ്യമായിരുന്നു, കവിതയായിരുന്നു. തന്നെയല്ല, ആ ചാട്ടുള്ളി പോലെ വായിക്കുന്നവരുടെ ഹൃദയത്തിൽ കൊള്ളുന്ന വരികളുമായിരുന്നു. അതൊക്കെ വാസ്തവത്തിൽ പ്രണയം ഉണ്ടാക്കിയ ഒരു പ്രശ്നമുണ്ടല്ലോ. ഈ മേഘസന്ദേശവും കാളിദാസന്റെ കരള് പങ്കിടാൻ വയ്യന്റെ പ്രണയമേ പകുതിയും കൊണ്ടുപോയി ലഹരിയുടെ പക്ഷികൾ. അതെ അതെ എന്നാണ് ഒരു വരി. റോഡിൽ കിടന്നുറങ്ങല്ലേ? റോഡിൽ കിടന്ന് അവസാനം മരിക്കുന്ന റോഡിൽ കിടന്നാണ്. എനിക്ക് തോന്നുന്നു ആശാൻ പുരസ്കാരം വാങ്ങാൻ പോകുമ്പോഴോ മറ്റോ ആണ് മരിക്കുന്നത്. IFFK വന്ന് പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ അടുത്ത് വന്നിരുന്നിട്ടുണ്ട്, എൻ്റെ അടുത്ത് വന്നിരുന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പുരാണ കവികൾ വളരെ വലിയ കാളിദാസൻ ഏറ്റവും വലിയ ഒരു പ്രണയത്തെക്കുറിച്ച് കാവ്യങ്ങൾ എഴുതിയ, അത് മധുരോദാരമായ കാവ്യങ്ങൾ എഴുതിയ ഒരാളാണ് കാളിദാസൻ. മേഘസന്ദേശം, കാമുകിക്ക് മേഘത്തിൻ്റെ കയ്യിൽ സന്ദേശം അയച്ചു കൊടുക്കുന്ന ഒരു കാവ്യ ഭാവന. ഇതൊക്കെ എന്താണ് ഈ കരിപ്പനും കാന്താരി ടീംസിന് മനസ്സിലാകാത്തത്? അത് അവൻ്റെയൊക്കെ മനസ്സിൻ്റെ ക്രൂരത കൊണ്ടാണ്. ഈ കാലത്തിൻ്റെ പൊരുത്തക്കേടാണല്ലോ. ചിലർ ഇത് അമിതമായി അങ്ങ് വിശ്വസിച്ച ഇതാണ് യഥാർത്ഥ ജീവിതം എന്ന് കരുതി പെണ്ണിലേക്ക് ജീവിതം അർപ്പിച്ചുകൊണ്ട് പോവുക. പെണ്ണാണെങ്കിൽ ഇതിനേക്കാൾ നല്ല ആളെ കിട്ടുമ്പോൾ അതിൻ്റെ പുറകെ പോവുക. വേറെ ചില വികാരജീവികളാണ്, പെണ്ണുങ്ങളായാലും ആണുങ്ങളായാലും. ആ വികാരജീവികളായവർ പലപ്പോഴും ഇതിൽ നിന്ന് തെന്നിമാറാനും അല്ലെങ്കിൽ ചിലപ്പോൾ വീട്ടുകാരുടെ സമ്മർദ്ദം കൊണ്ടാവും. വികാരം ഒരു തെറ്റല്ലോ, മനുഷ്യന് സഹജമല്ലേ? അതെ അതെ അതെ. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഇത് വരുന്നതാണ്. വേറെ ചിലർ പണത്തിന് വേണ്ടിയാണ്. ഇപ്പം ഉള്ള കാമുകനേക്കാൾ കൂടുതൽ പണമുള്ളവനെ കണ്ടെത്തിയാൽ അവൻ്റെ പണം വാങ്ങിക്കാനും ഈ പുതിയ മേക്കപ്പ് സാധനങ്ങൾ വാങ്ങാനും ഒക്കെ ഉപയോഗിക്കും. പിന്നെ ഇപ്പോൾ ഫോൺ വന്നതിന് ശേഷം പുതിയ ഫോൺ വാങ്ങുക, ആ ഫോണിനനുസരിച്ച് ആളുകളെ കണ്ടെത്തുക, ചാറ്റ് ചെയ്യുക. അപ്പോൾ പുതിയ സമ്പ്രദായങ്ങൾ വന്നപ്പോൾ ഈ കഥയിൽ തന്നെ ഇവൾ ഒരു കാമുകനുമായി സംസാരിച്ചു കൊണ്ടിരുന്ന വീഡിയോ തലശ്ശേരി കോടതിയിൽ ഇവന് ശിക്ഷ കിട്ടാനുള്ള, ഈ ശ്യാംജിത്ത് എന്ന് പറയുന്ന ക്രിമിനലിന് ശിക്ഷ കിട്ടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ 13 സെക്കൻഡ് വരുന്ന വീഡിയോ ആണ്. ഐ വിറ്റ്നസ് ഇല്ലാത്ത കേസാണ്, ദൃക്സാക്ഷി ഇല്ല കേസിൽ. രണ്ടാമത്തെ കാമുകനോട് വിഷ്ണുപ്രിയ സംസാരിച്ചു കൊണ്ടിരിക്കവേ ചുറ്റികയും കുത്തുളിയും കത്തിയും, ഇരുതല മൂർച്ചയുള്ള കത്തി, ഇതുമായി കയറി ചെല്ലുമായിരുന്നു. അല്ല, വലിയ തമാശ. ഇവൻ കയറി ചെല്ലുമ്പോൾ ഇവൻ അറിഞ്ഞു കാണത്തില്ല, ഇങ്ങനൊരു കാമുകനുമായിട്ട് സല്ലപിക്കുകയാണെന്ന് അറിഞ്ഞു കാണത്തില്ല. എന്നിട്ടും ഈ ഇത്രയും ആയുധങ്ങളുമായിട്ടാണ് ചെല്ലുന്നത്. ഇത്രയും ആയുധങ്ങൾ അത് 2 ദിവസം മുമ്പ് വാങ്ങിയതാണ്. അതെ, ചുറ്റിയ കുത്തുള്ളി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സാധനങ്ങളുമായിട്ടാണ് കടന്നു ചെല്ലുന്നത്. അപ്പോൾ അവൻ്റെ പ്രതികാരം എത്ര വലുതായിരുന്നിരിക്കണം, അല്ലെങ്കിൽ ഇവള് അവന് കൊടുത്ത വാക്കുകൾ എത്ര ഹൃദ്യമായിരിക്കണം. ആ മധുരമായ ഓർമ്മകളെയൊക്കെ തച്ചുടച്ചുകൊണ്ട് കയ്യിൽ നിന്ന് താഴെ വീണുടഞ്ഞു പോകുന്ന ഒരു സ്ഫടികപാത്രം പോലെ അവൻ്റെ പ്രണയം തകർന്നു പോയപ്പോഴാണ് അവൻ സ്വാഭാവികമായും പ്രതികാരമൂർത്തിയായത്. ആ പ്രതികാരമൂർത്തിയായിട്ടാണ് ഇവളെ ചെന്ന് കൊല്ലുന്നത്. പക്ഷേ ഇപ്പോഴും ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ? ഈ വിഷ്ണുപ്രിയയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഞാൻ വായിച്ചതാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, മരണത്തിന് ശേഷം 10-ലധികം മുറിവുകൾ ആ ശരീരത്തിൽ വരുത്തി, വികൃതമാക്കി, ചുറ്റികൊണ്ട് അടിച്ച് തകർത്തു. അപ്പോൾ അവൻ്റെ പ്രതികാരത്തിൻ്റെ മൂർധന്യത്തിൽ നിന്നുകൊണ്ടാണ് അവൻ ചെയ്തതെന്നും കൂടി ആലോചിക്കണം. 2 കാര്യങ്ങളുണ്ട്. അവൻ്റെ ക്രൂരത, 2 അവന് എന്തുകൊണ്ടാണ് ഈ പ്രണയ ദുരന്തത്തിൽ അനുഭവിച്ച വേദന, അതെല്ലാം കൂടി ഒരു സ്ഫോടനാത്മകമായി വന്നപ്പോഴാണ് അവൻ ഇത്തരം ക്രൂരകൃത്യം ചെയ്യാൻ തയ്യാറായത്. ചുറ്റിക കൊണ്ട് തലയ്ക്കടിക്കുക, കുത്തി കീറുക, വികൃതമാക്കുക,
അത് കഴിഞ്ഞ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ തന്നെ വിളിച്ചു പറയും ഞാൻ 14 കൊല്ലത്തിന് ശേഷം തിരിച്ചു വരും എന്ന് പറയുമ്പോൾ എനിക്ക് 25 വയസ്സാണുള്ളത്, 39 വയസ്സാകുമ്പോൾ ഞാൻ ഇറങ്ങി വരും. അപ്പോഴേ തീരുമാനിച്ചിരിക്കുന്നു എന്നെ ജീവപര്യന്തത്തിനാണ് ശിക്ഷിക്കുന്നത്, പക്ഷേ ഇപ്പോൾ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് മറ്റൊന്നായിരിക്കും. തിങ്കളാഴ്ചയാണ് ശിക്ഷാവിധി വരാൻ പോകുന്നത്. കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി മിക്കവാറും തൂക്കുമേടയായിരിക്കും അവനെ സ്വീകരിക്കാൻ പോകുന്നത്. പിന്നൊന്ന്, ഈ പോലീസിനെ ഒന്ന് അഭിനന്ദിക്കേണ്ട കാര്യമുണ്ട്. ഈ 1 വർഷത്തിനകം ഇത്ര പെട്ടെന്ന് ഈ കേസിൻ്റെ വിചാരണ എടുത്ത് അത് കുറ്റവാളികളെ കണ്ടെത്തി പ്രതിയെ ശിക്ഷിക്കാൻ തയ്യാറായ 1 വർഷത്തിന് ശേഷമുള്ള 1 വർഷത്തിനകമുള്ള ആ തീവ്രമായ അന്വേഷണ പരമ്പര നിസ്സാരമല്ല. പല കേസുകളും 12ഉം 20ഉം കൊല്ലം കഴിഞ്ഞിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഒരു സംഭവം നടക്കുമ്പോൾ ആ സംഭവത്തിന് അനുസൃതമായി പെട്ടെന്ന് വിധി വരുന്നത് പലപ്പോഴും പലർക്കും പലതരത്തിലുള്ള ഒരു അനുഭവ പാഠമാണ്. ഈ താമസിച്ചു കഴിഞ്ഞാൽ ഈ പശുവിൻ ചത്ത് മോരിലെ പുളിയും പോയി എന്ന് പറയുന്നത് പോലെ ആ കേസിന് പിന്നൊരു പ്രാധാന്യം ജനങ്ങളുടെ മനസ്സിലുണ്ടാവില്ല. ഇതല്ല, ഇത് ഇവളുടെ ഒരു ചിത്രം, മനോഹരിയായ സ്ത്രീയുടെ ചിത്രം, അതുപോലെ തന്നെ അവൻ്റെ ചിത്രം, ഇത് രണ്ടും മനസ്സിൽ നിൽക്കുമ്പോൾ തന്നെയാണ് ഈ കേസിൻ്റെ വിധിയും. സാറ് ദീർഘകാല അധ്യാപകനായിരുന്ന ആളാണ്, ഒരുപാട് കുട്ടികളെ പഠിപ്പിച്ചിട്ടുമുണ്ട്. ഈ കലിപ്പൻ കാന്താരി ടീംസിനോട് സാറിന് എന്താണ് പറയാനുള്ളത് ഈ പ്രണയത്തെക്കുറിച്ച്? പ്രണയത്തിലൂടെ ജീവിച്ച്, പ്രണയത്തിലൂടെ വിവാഹം കഴിച്ച്, പ്രണയത്തിലൂടെ തുടരുന്ന ഒരാളെന്നുള്ള നിലയ്ക്കാണ് ഞാൻ ചോദിക്കുന്നത്. അല്ല, പ്രണയം ഒരു നല്ല വികാരവും ജീവിത ഉത്തേജകവുമാണ്. പക്ഷേ ഈ തരത്തിലുള്ള പ്രണയമുണ്ടല്ലോ, അത് പ്രോത്സാഹിപ്പിക്കപ്പെടാൻ പാടില്ല എന്ന് മാത്രമല്ല, ഇതിനെ മുളയിലെ നുള്ളിക്കളയേണ്ടതുമാണ്. അതിന് ഈ സാഹചര്യവും കാലഘട്ടവും ഒക്കെയാണ് ഈ വികാരപരതയ്ക്ക് ഒരു തീവ്രത കൊടുക്കുന്നത്. അത് പാടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. നന്ദി സാർ. താങ്ക് യു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.